ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കപ്പ ഹൽവ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പീസ് കപ്പ, ഹാഫ് ബോൾ ഷുഗർ, 2 ടേബിൾ സ്പൂൺ ഗീ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് കപ്പ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ചെറിയ പീസാക്കി കപ്പേനെ ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ചെറിയൊരു പാത്രം എടുക്കാം. ആ പാത്രത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗീ ആദ്യം ഇട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിവിടെ ഒരു ലെയറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിൽ ഗീ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് അല്പം ഷുഗർ ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയർ ഇതുപോലെ ഷുഗർ ഇട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കതിന് മുകളിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന കപ്പ ഒരു ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലൊരു 2 ലെയറാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇതുപോലെ കപ്പ ഇട്ടതിന് ശേഷം അതിന് മുകളിൽ തന്നെ പിന്നെയും നമ്മൾ ഷുഗർ ഇട്ട് ഒരു ലെയർ കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മധുരമൊക്കെ നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് ഏറെ ഷുഗർ ഇട്ട് ചെയ്യാം. ഇതുപോലെ 2 ലെയർ ആക്കിയതിന് ശേഷം മുകളിലും അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് അമക്കി കൊടുക്കാം. അടുത്ത് തന്നെ നമുക്കൊരു ഇഡ്ഡലി കുട്ടകം എടുത്തതിന് ശേഷം നമ്മൾ ഈ പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ പാത്രം നമ്മൾ ഇതിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള പാത്രം വേണം എടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഒരു ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ. കപ്പ വേകുന്ന ഒരു സമയം മാത്രം മതി. നമ്മുടെ ഹൽവ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഹൽവയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.